നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വൻമരം വീണിരിക്കുന്നു. അടുത്തത് ആര് എന്ന ചോദ്യം ഇതാണ് CPM-നെ അലട്ടുന്നത്. ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ടിരിക്കുന്നു എന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തം. കഴിഞ്ഞ ദിവസമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ ഷാഫി പറമ്പിലിനെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും മറുപടിയുമായി ഷാഫി പറമ്പിൽ MP രംഗത്ത് വന്നിരിക്കുന്നു. ഷാഫിയുടെ മറുപടി എന്താണെന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഒരു പാർട്ടിയും എടുക്കാത്ത നടപടിയാണ് കോൺഗ്രസ് എടുത്തതെന്ന് ആവർത്തിക്കുകയാണ് ഷാഫി. രാഹുൽ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെ പറയുന്നതിന്റെ കാര്യവും കാരണവും എല്ലാവർക്കും അറിയാം. അതിലൊന്നും പ്രയാസമില്ല. മൂക്ക് പൊളിച്ചാലും പറയേണ്ടത് പറയാതിരിക്കില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാഷ്ട്രീയമായി തന്നെ പറയുന്നതിന്റെ കാര്യവും കാരണവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊന്നും തനിക്ക് പ്രയാസമില്ല. പറഞ്ഞത് കേൾക്കാനും താൻ തയ്യാറാണ്. മൂക്ക് പൊളിച്ചാൽ അതിനും തയ്യാറാണ്. ഇതുകൊണ്ടൊന്നും പറയേണ്ടത് താൻ പറയാതിരിക്കുമെന്ന് ആരും ധരിക്കേണ്ടതില്ല എന്നും സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. ഇത്തരത്തിലുള്ള എത്ര പേർ CPM-ലുള്ളെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ത് നടപടിയാണ് CPM അവർക്കെതിരെ എടുത്തതെന്നും ഷാഫി പറമ്പിലിന്റെ ചോദ്യം. രാഹുലിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മാത്രമാണ് പിന്തുണച്ചതെന്നും ഓരോരുത്തരിലേക്കും ചൂഴ്ന്നിറങ്ങിയിട്ടില്ല എന്നുമായിരുന്നു ഷാഫി പറമ്പിൽ നൽകിയ വിശദീകരണം. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെയായിരുന്നു ഷാഫിയുടെ പ്രതികരണം. രാഹുലിനെതിരെ പാർട്ടി തുടക്കത്തിലെ തന്നെ നടപടിയെടുത്തു. രാഹുലുമായുള്ള അടുപ്പം പാർട്ടിയിൽ വന്ന ശേഷം മാത്രം ഉണ്ടായതാണ്. വ്യക്തിപരമായ അടുപ്പം രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചതല്ല. രാഹുലിന്റെ സംഘടനാ പ്രവർത്തനത്തെയാണ് താൻ പിന്തുണച്ചത്. പാർട്ടിയിൽ പുതിയ തലമുറ വളർന്നു വരുമ്പോൾ സംഘടനാപരമായ പിന്തുണ കൊടുക്കാറുണ്ട് എന്നും ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കാത്ത ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചതിന് മാതൃകാപരമാണ്. ഒരു ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ രേഖാമൂലം പരാതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിച്ചു. പാർട്ടി നേതൃത്വവുമായിട്ടും KPCC പ്രസിഡന്റുമായിട്ടും ഹൈക്കമാൻഡുമായിട്ടും ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനമെടുത്തതെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സമീപനം ഞങ്ങൾ എടുത്തു എന്നത് തീർച്ചയായിട്ടും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്നത് നമുക്ക് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിലെ ഒരു സമീപകാല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ പാർട്ടിയിലുള്ള നേതാക്കന്മാർ തന്നെ ഇപ്പോൾ ആ വിഷയത്തിൽ റിമാൻഡിലായി ജയിലിലാണെങ്കിൽ പോലും അവരെ ഇതുവരെ പുറത്താക്കാനോ അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാനോ CPM ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ്, അതായത് ഇത്രയും ആരോപണം നേരിട്ട ഒരു വ്യക്തിയെ ഞങ്ങൾ പുറത്താക്കി, അത് മാതൃകാപരമാണ് എന്ന അവകാശവാദം കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഷാഫിയുടെ വാക്കുകളിലേക്ക് വീണ്ടും എന്തായാലും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എടുക്കാത്തൊരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. ഇതിനുശേഷമാണ് രേഖാമൂലമുള്ള പരാതി പോലീസിന്റെ നടപടികൾക്കായി സമർപ്പിക്കപ്പെട്ടതെന്നും പോലീസ് നടപടികൾ ആരംഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് എടുത്ത സമീപനം നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ പാർട്ടി ഇല്ല എന്നതായിരുന്നു. പാർട്ടിക്ക് ഒരു പരാതി കിട്ടിയ സാഹചര്യത്തിൽ തന്നെ നടപടികൾ കൈക്കൊണ്ടതാണ്. മാത്രമല്ല KPCC പ്രസിഡന്റ് DGPക്ക് ആ ഒരു പരാതി ഫോർവേഡ് ചെയ്തു. ഇത് നിയമപരമായി മുന്നോട്ട് പോകട്ടെ എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതിന്റെ ഭാഗമാണ്. പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടിയാണ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളതെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിച്ചു. പാർട്ടി എടുത്ത നടപടി തനിക്കും ബാധകമാണെന്നും പൂർണ്ണമായും പാർട്ടി നടപടിക്കൊപ്പമാണ് തന്റെ നിലപാടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പാർട്ടി നടപടിയിൽ നിന്നും തീരുമാനത്തിൽ നിന്നും ഒറ്റപ്പെട്ട ഒരു നിലപാട് തനിക്കില്ല. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ചെറുപ്പക്കാരായ പുതിയ തലമുറയെ രാഷ്ട്രീയമായി സംഘടനാപരമായി സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ താൻ പിന്തുണച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സംഘടനാപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തെയാണെന്ന് ഷാഫി ആവർത്തിച്ചു പറയുകയാണ്. എന്തായാലും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇത്തരം ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ എടുക്കാത്ത നയം, സമീപനം, തീരുമാനം, അച്ചടക്ക നടപടി ഇതൊക്കെ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുണ്ട് എന്നും ഷാഫിയുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള സാഹചര്യം മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അക്കാര്യത്തിൽ ഇല്ല എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. നിയമപരമായ വിഷയങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകട്ടെ. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയിൽ എടുക്കാൻ കഴിയാവുന്നതിന്റെ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞുവെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി.
ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പാർട്ടിക്ക് ബോധ്യം വന്നാൽ അതും പാർട്ടി ചെയ്യുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. നിയമപരമായി നടക്കുന്ന വ്യവഹാരത്തിലേക്ക് പാർട്ടി വേറൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ അതിന് പാർട്ടി ഒരു കമ്മിറ്റി വെച്ച് അതിന്റെ തീവ്രത അന്വേഷിക്കുകയല്ല ചെയ്തത്. പരാതി DGPക്ക് കൈമാറുകയാണ് ചെയ്തത്. തന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം തന്റേത് കൂടിയാണ്. ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനമാണിത്. പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം KPCC പ്രസിഡന്റ് മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് കൈക്കൊണ്ടതാണ്. വ്യക്തിപരമായ അടുപ്പമോ കുറവോ പാർട്ടിയുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നതും പാർട്ടി എടുത്ത തീരുമാനമാണ്. ആ പാർട്ടിയിൽ തന്നെയാണ് താൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. മറ്റൊരു പാർട്ടിയും കൈകാര്യം ചെയ്യാത്ത രീതിയിലാണ് വിഷയം കോൺഗ്രസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന അഴിമതിയാണ് ശബരിമലയിൽ നടന്നത്. സ്വാമി അയ്യപ്പന്റെ സ്വർണം കവരാൻ സർക്കാർ സംവിധാനം മൊത്തം കൂട്ടുനിന്നു. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ഇപ്പോഴും തുടരുന്ന ആൾ അവർ ഭരിക്കുന്ന സമയത്ത് കോടതിയുടെ ഇടപെടൽ കാരണം ജയിലിൽ അടയ്ക്കപ്പെട്ടു. അയാൾക്കെതിരെ നടപടി എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ഞങ്ങളൊക്കെ ഇങ്ങനെ ജയിലിൽ കിടന്നിട്ടാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആയത് എന്നാണ്. ഈ ഒരു സംഭവത്തെ ഷാഫി വിമർശിക്കുകയുണ്ടായി. അതേസമയം ഈ ഷഹനാസിന്റെ ആരോപണത്തെക്കുറിച്ച് വ്യക്തമായൊരു മറുപടി ഷാഫി പറമ്പിൽ നൽകിയില്ല. രാഹുൽ മങ്കൂട്ടത്തിൽ അപമര്യാദയെ പെരുമാറിയതിനെ കുറിച്ച് ഷാഫിയോട് മുൻപ് പരാതിപ്പെട്ടിരുന്നുവെന്ന് KPCC സംസ്കാര സാഹിത്യ സെക്രട്ടറി MA ഷഹനാസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതേ സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഷാഫിക്ക് വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല. മങ്കൂട്ടത്തിനെതിരെ ഗുരുതര പരാതികളൊന്നും രേഖാമൂലം തനിക്ക് കിട്ടിയിരുന്നില്ല എന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. പരാതി ആയിട്ടല്ലെങ്കിലും സ്ത്രീകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന ചോദ്യത്തിന് ഷാഫി ഉത്തരം നൽകിയില്ല. തന്നോടും രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി മാങ്കൂട്ടത്തിലെ നിയമിക്കരുതെന്ന് MLA ആയിരുന്ന ഷാഫിയോട് അപേക്ഷിച്ചിരുന്നതായും ഷഹനാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പ്രസിഡന്റായിട്ട് മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആളുകൾ വരുമ്പോൾ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് ഷാഫിയോട് പറഞ്ഞതാണ്. എന്നാൽ പരിഹാസവും പുച്ഛവുമായിരുന്നു ഷാഫിയുടെ മറുപടിയെന്നും തന്റെ കൈവശം ഈ പറഞ്ഞതിന് തെളിവുണ്ടെന്നുമായിരുന്നു ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ. MA ഷഹനാസിന്റെ ആരോപണത്തിന് പിന്നാലെ ഷാഫി പറമ്പിൽ MP ലക്ഷ്യം വെച്ച് CPMും BJPയും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഷാഫി രാഹുൽ ഒന്നും ചെയ്യില്ല എന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി. ഷാഫിയുടെ ഫോൺ പരിശോധിക്കണമെന്നായിരുന്നു BJP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ ആവശ്യം. ഷഹനാസിന്റെ സാംസ്കാരിക സാഹിതി കോഴിക്കോട് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതും ഇത് വിവാദമായതോടെ തിരിച്ചെടുക്കുകയും ചെയ്തു. രാഹുൽ മങ്കൂട്ടത്തിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് ഷാഫി പറമ്പിലിനോട് നേരത്തെ പറഞ്ഞിരുന്നുവെന്ന ഈ ഷഹനാസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഷഹനാസിനെ പുറത്താക്കിയത്. ഇത് വിവാദമായതോടെ ഷഹനാസിനെ വീണ്ടും ഗ്രൂപ്പിൽ മെമ്പറാക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഷാഫിക്കെതിരെ EN സുരേഷ് ബാബു രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് CPM നേരത്തെ ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഷഹനാസ് ശരിവയ്ക്കുകയാണ് എന്നായിരുന്നു EN സുരേഷ് ബാബുവിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുലിനെ പിന്തുണച്ച് ഷഹനാസ് ഇട്ട പോസ്റ്റും ഷാഫി പ്രശംസിക്കുന്ന പോസ്റ്റും സാമൂഹ്യ മാധ്യമങ്ങൾ ഇതിന് പിന്നാലെ ചർച്ചയായി. കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ തുടക്കം മുതൽ സംരക്ഷിച്ചു നിർത്തിയത് കോൺഗ്രസിലെ പ്രബല വിഭാഗമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പരാതികൾ ഒന്നൊന്നായി പുറത്തു വന്നിട്ട് മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും ആദ്യ ഘട്ടങ്ങളിലൊന്നും തയ്യാറായിരുന്നില്ല എന്ന വിമർശനവും നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും തനിക്കെതിരെ വന്ന കൂരമ്പുകളെല്ലാം ഷാഫി പറമ്പിൽ വ്യക്തമായ മറുപടി നൽകി ഒടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇനി അവർ ഉറ്റുനോക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിലേക്കാണ്. എവിടെയാണ് രാഹുൽ ഇന്ന് കീഴടങ്ങുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.